മറ്റൊന്നെന്താണ്, കല്യാണത്തിന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വസ്ത്രധാരണം എന്നുള്ളത്. വസ്ത്രധാരണം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഇസ്ലാം നിശ്ചയിച്ചതും മറ്റൊന്ന് ഇസ്ലാം നിശ്ചയിക്കാത്ത ആക്ഷേപിക്കപ്പെട്ട വസ്ത്രവും. ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വസ്ത്രം. മറ്റുള്ള എല്ലാ വസ്ത്രങ്ങളും ഇസ്ലാം നിശ്ചയിച്ച വസ്ത്രമല്ല, ആക്ഷേപിക്കപ്പെട്ട വസ്ത്രമാണ്. ഔറത്ത് മറക്കാത്ത എല്ലാ വസ്ത്രവും ആക്ഷേപിക്കപ്പെട്ട വസ്ത്രമാണ്. കല്യാണത്തിന് വേറെ വസ്ത്രം, മറ്റോടത്തുനിന്ന് വേറെ വസ്ത്രം, മറിച്ചോടത്തുനിന്ന് വേറെ വസ്ത്രം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആണിച്ചിനോട് വേറെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി പുതിയണ്ണിനെ തിരിച്ചറിയാൻ വേണ്ടി പെണ്ണുങ്ങളെ കണ്ടിരും തിരിച്ചറിയാൻ വേണ്ടി തലയിലോ മറ്റോ ഈ വസ്ത്രത്തിന് മേലെ ഒരു പ്രത്യേക അണിനും കുഴപ്പമുള്ള കാര്യം എന്നല്ല ഈ പറയുന്ന അർത്ഥം. അതുവരെ ചുരിദാറും മറ്റൊന്നും ഇടാത്ത അന്ന് മാത്രം കല്യാണത്തിന് മാത്രം ഇട്ട് പോവുക, അതാണ് തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഔറത്തും അറിയാത്ത വസ്ത്രം ധരിക്കുന്ന ആൾക്കാർ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച തുണിയെടുക്കാത്ത പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞത്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് തുണിക്കാത്ത പെണ്ണുങ്ങൾ. അപ്പോൾ പിശാച് ഏത് നിനക്ക് കയറാനറിയില്ല. ചുരിദാറിട്ട് എന്താ കുഴപ്പമെന്നാ ചോദിക്കുക. കുഴപ്പം തന്നെയാണ്, ആകാരം ശരിക്കും കാണും, അതുകൊണ്ട് ചുരിദാർ ഇടാൻ പാടില്ല. വസ്ത്രം മുഴുവനായി മൂടുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ഈ പ്രശ്നമില്ല. എന്നാലും പ്രത്യേകമായി കാണുന്ന വസ്ത്രം അന്ന് എന്നല്ല എന്നും ഒഴിവാക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെണ്ണ് കാണൽ ചടങ്ങുകളിൽ നടക്കുന്ന കുറേ അനിസ്ലാമിക പരിപാടികളുണ്ട്.